ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും വാട്സപ്പിൽ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ തന്നെയാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഹായ്, ഹലോ, ഹൗ ആർ യു അങ്ങനെയുള്ള കാര്യങ്ങളല്ല അല്ലേ? പക്ഷെ നമുക്ക് ഇതിന്റെ നമ്മൾ അയക്കുന്ന ടെക്സ്റ്റുകളൊക്കെ നമുക്ക് സ്റ്റൈലിഷ് ആക്കിയിട്ടൊന്ന് അയക്കാൻ പറ്റിയാലോ അല്ലേ? നല്ല അടിപൊളിയായിരിക്കും അല്ലേ? അവർക്കും വളരെ ഇഷ്ടമാവും. ചില ഫ്രണ്ട്സൊക്കെ നമുക്ക് അതേപോലെ അയക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. എങ്ങനെയാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കുക എന്നുള്ളത്. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇതോടൊപ്പം ലൈക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ഹോം പേജിൽ ഞാനൊന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യണം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ നമുക്കൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇവിടെ നമ്മൾ ആരെങ്കിലും ആയിട്ടൊന്ന് ചാറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാനിവിടെ എൻ്റെ വൈഫായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ ലോക്ക്ഡ് ചാറ്റ്സിലാണ് കിടക്കുന്നത്. എങ്ങനെയാണ് ചാറ്റ്സ് ലോക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, 2 ദിവസം മുന്നേ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇവിടെ കണ്ടില്ലേ? ഇവിടെ ഞാൻ എൻ്റെ തമ്പ് കൊടുത്തതാണ്, അതുകൊണ്ടാണ് അവിടെ ഡിസ്പ്ലേ കാണാത്തത്. ഇവിടെ കണ്ടില്ലേ? അത് സെപ്പറേറ്റ് ഫോൾഡറിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ കുറേ ഹായ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒക്കെ സാധാ ലോക്കൽ ടൈപ്പ് ഹായ്, ഹലോ ഒക്കെയാണ് നമുക്കിവിടെ കാണുന്നത് അല്ലേ? പക്ഷേ ഇത് നമുക്ക് വളരെ സ്റ്റൈലിഷ് ആക്കിയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഹായ് എന്നൊന്ന് ടൈപ്പ് ചെയ്തു. ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇവിടെ സെലക്ട് ഓൾ കൊടുത്താൽ മതി. കണ്ടില്ലേ? സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ 2 ബബിൾസ് പോലെ മാർക്ക് കാണുന്നുണ്ട്. അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതറിയാത്ത ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് അവിടെ 3 ഡോട്ട്സ്, റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് കാണുന്നില്ലേ? ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ കാണുന്ന ബോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ചിലർ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അല്ലേ? ആ ബോൾഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മളൊരു ഹായ് കൊടുത്തു. ഇനി നമ്മളൊന്ന് അയച്ചു നോക്കൂ. നല്ല അടിപൊളി ബോൾഡായിട്ടാണ് ആ ഒരു കാര്യം സെൻഡ് ആവുക. നമ്മൾ സാധാരണ സെൻഡ് ചെയ്യുന്ന പോലെ നല്ല അടിപൊളി ബോൾഡായിട്ട് നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമുള്ള ഹായും ഈ ഒരു ഹായും നമ്മളുടെ വ്യത്യാസം കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് വളരെ അടിപൊളിയായിട്ട് നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. രണ്ടാമത്തേത് ഹായ്ക്ക് പകരം ഞാൻ ഹലോ എന്ന് കൊടുക്കുകയാണ്. ഹലോ എന്ന് കൊടുത്തു. അത് ഞാൻ അതേപോലെ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഒന്ന് ലോങ് ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹായ്ക്ക് താഴെയായിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് HL ഹലോ കൊടുത്തു. നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. നമ്മളൊന്ന് മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. ആ 3 ഡോട്ട്സ് തന്നെ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇറ്റാലിക്സ് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ലെറ്റേഴ്സൊക്കെ ചരിഞ്ഞ സ്റ്റൈലിലാണ് വരേണ്ടതെങ്കിൽ നമുക്ക് ആ ചരിഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും. ബോൾഡ് ആണെങ്കിൽ നമുക്ക് ബോൾഡ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ ബോൾഡ് എന്നുള്ള രീതി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹായും ഹലോയും നല്ല ബോൾഡായിട്ട് കാണുന്നുണ്ട് അല്ലേ? ഇതേപോലെയൊക്കെ ഫ്രണ്ട്സിന് അയച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ അല്ലേ? ഇനി നമുക്ക് ഹൗ ആർ യു എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഹൗ ആർ യു ടൈപ്പ് ചെയ്തു. ഒരു സ്മൈലി കൊടുത്തിട്ടുണ്ട്. ഇനി സെലക്ട് ഓൾ ഒന്ന് കൊടുത്തു. ഇനി ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറ്റാലിക്സ് ആയിട്ട്, അതായത് നമുക്ക് നമ്മുടെ ലെറ്റേഴ്സിൽ ഒന്ന് ചരിഞ്ഞ ഒരു സ്റ്റൈലിൽ വരാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? ഇതെല്ലാം ചരിഞ്ഞൊരു സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് സെൻഡ് ചെയ്ത് നോക്കൂ. കണ്ടില്ലേ? ലെറ്റേഴ്സ് എല്ലാം ആദ്യം ബോൾഡ് ആയിരുന്നു. ഇപ്പം നമുക്ക് നല്ല ചരിഞ്ഞ രീതിയിൽ നമുക്ക് അയക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഫ്രണ്ട്സൊക്കെ പലരും അയച്ചിട്ടുണ്ട് അല്ലേ? പല ഗ്രൂപ്പിലൊക്കെ കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഇനി നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തായിട്ട് ഹൗ ഡു യു ഡു എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ടൈപ്പ് ചെയ്യണം. ഹൗ ഡു യു ഡു എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തു. ഇത് നമുക്ക് ഒരു മൊത്തമായിട്ട് ഒരു സ്മൈലി കൊടുത്തു. മൊത്തമായിട്ടൊന്ന് സെലക്ട് ചെയ്യാം. മൊത്തമായിട്ട് സെലക്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? മൊത്തത്തിലൊന്ന് പ്രസ് ചെയ്യുക. സെലക്ട് ഓൾ കൊടുക്കുക. ആ 3 ഡോട്ട്സിൽ കയറിയിട്ട് നമുക്ക് സ്ട്രൈക്ക് ത്രൂ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് മൊത്തത്തിലൊരു വെട്ടിയതുപോലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് വെട്ടുമല്ലോ, അതേപോലെ ഒന്ന് സ്ട്രൈക്ക് ത്രൂ കൊടുക്കുക. ആ സ്ട്രൈക്ക് ത്രൂ കൊടുത്തത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ മേലെ കൂടൊരു ലൈൻ വരും. നല്ല വൃത്തിയിൽ നല്ല ഭംഗിയില്ലേ കാണാൻ അല്ലേ? നമുക്ക് സാധാരണ ടൈപ്പ് ചെയ്തൊക്കെ മടുത്തിട്ടുണ്ടാവും ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ വളരെ മനോഹരമായിട്ടുണ്ടാവും. ഇനി ഐ ആം ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം. ഐ ആം ഫൈൻ, താങ്ക് യു. ഇതിൻ്റെ സ്പേസൊക്കെ നമുക്കൊന്ന് കൂട്ടണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ മൊത്തമായിട്ടൊന്ന് സെലക്ട് ചെയ്തു. മൊത്തമായിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ട് ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിലേക്ക് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ലാസ്റ്റിലേക്കുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ? ആ സ്പേസ് നല്ലപോലെ സ്പേസ് ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. മൾട്ടി സ്പേസ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും.
ഇതേ രീതിയിലൊന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു നോക്കൂ. അവരാകെ ഞെട്ടിപ്പോകും. നിങ്ങൾ കണ്ടില്ല, ആദ്യം ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയും ഇപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? അപ്പോൾ നമുക്ക് രാവിലേക്ക് ഒരു ഗുഡ് മോർണിംഗ് അയക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂണോ ഗുഡ് ഈവനിങ്ങോ ഗുഡ് നൈറ്റൊക്കെ അയക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അവരുടെ കമൻസ് നമുക്കൊന്ന് അറിയാലോ. എങ്കിൽ ഇപ്പോൾ തന്നെ മൊബൈൽ എടുത്ത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ലേ, നമ്മളെ നിയറസ്റ്റ് ആൻഡ് ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ അവർക്കൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതേപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ബോൾഡ് ആക്കിയിട്ടും ഇറ്റാലിക്സ് ആക്കിയിട്ടും ഒക്കെ നമുക്ക് സ്റ്റൈലിഷ് ആക്കിയിട്ട് ഒന്ന് അയച്ചു നോക്കുക. അവരുടെ റെസ്പോൺസ് എന്തെന്ന് അറിയാലോ. ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി എല്ലാ ദിവസവും ഞാൻ വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.